വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് ലാസ്റ്റ് വ്ളോഗിൽ കാണിച്ച ഗിംബൽ നമ്മൾ എടുത്തുനിന്ന് കാണിച്ചു. ആ ഗിംബൽ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഇന്ന് വീക്കെൻഡ് ആയി. ഇപ്പോൾ കുറച്ച് ദിവസം നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, കാരണം വർക്കൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. അതെ, ഇച്ചിരി അധികം തിരക്കായിപ്പോയി. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ എവിടെ പോവുകയാണ് ഹരി? ഇന്ന് എങ്ങോട്ടാണ് നമ്മൾ? ശരിക്കും ഒരു ഈവനിങ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. അതായത് ഇവിടെ ഷാർലറ്റ് എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട്. അപ്പോൾ നമ്മൾ യൂഷ്വലി അവിടെ ബ്രേക്ക്ഫാസ്റ്റിനാണ് പോവുക വീക്കെൻഡിൽ. പക്ഷെ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു, എന്താ പറയുക, ഈവനിങ് ആയതുകൊണ്ട് ഒന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങാം. അവിടെ രാത്രി വരെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. അതാണ് അവരുടെ ടാഗ് ലൈൻ തന്നെ, വി സെർവ് ബ്രേക്ക്ഫാസ്റ്റ് അണ്ടിൽ മിഡ്നൈറ്റ്. അവിടെ അത് മാത്രമാണെന്ന് തോന്നുന്നു. ബ്രേക്ക്ഫാസ്റ്റും അങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങളാണ്. ബ്രെഡ് ബാസ്ക്കറ്റ്, പിന്നെന്താണ് ഫ്രഞ്ച് ഓംലേറ്റ്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ. അപ്പോൾ നമ്മളൊന്ന് അവിടെ പോയി അത് എന്താ പറയാ ഒന്നുകൂടി കഴിക്കാന്ന് വിചാരിച്ചു. ഞങ്ങളൊരു കപ്പിൾ ഓഫ് ടൈംസ് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒന്നുകൂടി ഇന്നും കൂടി അവിടെ പോവാന്ന് വിചാരിച്ചു. ഇന്ന് ഈവനിങ് എന്താ പറയാ ആക്ടിവിറ്റി ആയിട്ട്. അതെ, നമ്മളിന്ന് നിങ്ങൾക്കൊരു എന്താ പറയാ ഒരു കഫേ അല്ല, ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് പരിചയപ്പെടുത്തി തരാൻ പോവാണ്. ഓക്കെ, അവിടെ പോവാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് പോകണതാണ് നല്ലത്. രാവിലെ ഈവനിങ് പോവാണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്യാ രാവിലെ പോവാനായിരിക്കുള്ളൂ. അതെ, വേറെ തന്നെ ഒരു വൈബായിരിക്കും അത്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അതെ, അങ്ങോട്ട് പോവാം. എന്തായാലും പോവാം. നല്ല തിരക്കുണ്ട് പുറത്ത്. ഇത്ര തിരക്ക് പ്രതീക്ഷിച്ചില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് ഷാർലറ്റ്. എപ്പോഴും ഇവിടെ വരുമ്പോൾ തിരക്കായിരിക്കും. നമുക്കിപ്പോൾ ഇവിടെ സീറ്റ് കിട്ടി. പക്ഷെ ഭയങ്കര ബഹളാട്ടം, അത് കാരണം ഭയങ്കര ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇന്ന് പുറത്തിരിക്കാം, അകത്തിരിക്കാം. അപ്പോൾ ഇന്ന് വൈകിട്ടായതുകൊണ്ട് നമ്മൾ വെയിലാറുന്ന ഒരു സമയത്തുകൊണ്ട് പുറത്തിരിക്കാമെന്ന് വിചാരിച്ചു. ഞാനിരിക്കുന്ന വശത്തുനിന്ന് ഓപ്പോസിറ്റുള്ള വ്യൂ ആണിത്. നല്ല ഭംഗിയില്ലേ ഈവനിങ് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വൈകിട്ടാണ് കഴിക്കുന്നതെങ്കിലും ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കഴിക്കുമ്പോൾ, പുറത്തേക്ക് കഴിക്കുമ്പോൾ നല്ലൊരു വൈബുണ്ട്. നല്ല കിടിലൻ വൈബാണ്. ഇവിടെ ഇങ്ങനെ നമ്മുടെ ടേബിളിൽ QR കോഡ് ഉണ്ടാവും. ഈ QR കോഡ് വെച്ച് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെനു അവൈലബിൾ ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ മെനു. നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ഓർഡർ ചെയ്ത് കഴിക്കാം. അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. നമ്മളപ്പോ ഓർഡർ ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് എഗ്. അതിലൊരു ബ്രെഡ് ബാസ്ക്കറ്റ് വരും, പിന്നെ ഒരു ഫ്രൈഡ് എഗ് വരും, പിന്നെ ഒരു കാപ്പിച്ചിനോയോ അല്ലെങ്കിൽ ഐസ് കോഫിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇത് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഡിപ്പ് വരും, അതായത് സ്വീറ്റ് ഡിപ്പാണ്. അതായത് എന്താ പറയുക, മിൽക്ക് ചോക്ലേറ്റിൻ്റെ അല്ലെങ്കിൽ സോൾട്ടഡ് കാരമലിൻ്റെ ഒക്കെ. നമ്മൾ പറഞ്ഞത് അതാണ്, മിൽക്ക് ചോക്ലേറ്റും സോൾട്ടഡ് കാരമൽ. അതാണ് എനിക്ക് നമ്മളിവിടെ കഴിച്ചാൽ അടിപൊളിയായിട്ട് തോന്നിയതല്ലേ, അപ്പോൾ അത് തന്നെ പറഞ്ഞു. പിന്നെന്താണ്, ഫ്രഞ്ച് ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ട്. ഫ്രഞ്ച് ഓംലെറ്റ് വിത്ത് ഹാം. സൂപ്പർ ആയിരിക്കും, അടിപൊളിയായിരിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്രൈ ചെയ്തത് എനിക്കൊന്നും ചീസ് ആയിരുന്നു, ഫ്രഞ്ച് ഓംലെറ്റ് വിത്ത് ഗോഡ് ചീസ്. പക്ഷെ അത് അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഫുഡ് വരട്ടെ. പിന്നെ വേറെ എന്തൊക്കെയാ നമ്മൾ ഓർഡർ ചെയ്ത്? ഐസ്ഡ് കോഫി ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നല്ല വോയിസ് ഉണ്ടെന്ന്, പുറത്തിരിക്കണ കാരണം കാറ്റും പിന്നെ അടുത്തുള്ള ആൾക്കാരും ഒക്കെ നല്ല വോയിസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമെന്ന് ദൈവത്തിന് അറിയാം. അതെ, പിന്നെ വീക്കെൻഡ് ആയത് കാരണം നല്ല തിരക്കുണ്ട്, നല്ല അത്യാവശ്യം നല്ല നോയ്സിയാണ്. അപ്പം നമ്മുടെ ഐസ്ഡ് കോഫി വന്നു. ഞാൻ ഇതിനുവേണ്ടി ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് ഐസ്ഡ് കോഫി. ഇത് നൈസാണ്. പിന്നെ ഷുഗർ ഒരു കൊണ്ടുവന്നില്ല, സൈഡിൽ ഇവിടെ ഷുഗർ ഉണ്ടാവും ഇതുപോലെ. അപ്പം അത് നമ്മൾ എടുത്തിട്ട് ഷുഗർ ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് ഷുഗർ ഇടുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. കുടിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. നല്ല റിഫ്രഷിംഗ് ആണ്, പക്ഷെ കുറച്ചുകൂടി ഷുഗർ എനിക്ക് ഇടണം. ഇത് 5ാമത്തെ പാക്കറ്റ് ഷുഗറാണ്. പോണു പടവലങ്ങ. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു ഗൈസ്. ഫ്രൈഡ് എഗ് ഉണ്ട്, പിന്നെ ഇതാണ് ഫ്രഞ്ച് ഓംലെറ്റ്, അത് 2 പേർക്കും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ബ്രെഡ് ബാസ്ക്കറ്റ് ഉണ്ട്, അതിൽ ക്രോസോണ്ടും പിന്നെ കുറച്ച് ബ്രെഡ്സും ഉണ്ടാവും. പിന്നെ നമ്മുടെ എന്താ പറയുക കോൾഡ് കോഫി. പിന്നെ അതാണ് നമ്മൾ പറഞ്ഞ 2 ഡിപ്പ്. ഒന്ന് സോൾട്ടഡ് കാരമലും മറ്റേത് മിൽക്ക് ചോക്ലേറ്റ് ക്രീമും. അതും ഈ ബ്രെഡും ഒരു നല്ലൊരു കോമ്പിനേഷനാണ്.
അപ്പോൾ നമുക്ക് കഴിക്കാം. അമറു, ഫ്രഞ്ച് ഓംലെറ്റ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. എൻ്റെ ഫേവറേറ്റ് ആണ് ഫ്രഞ്ച് ഓംലെറ്റ്. വിത്ത് ഹാം. നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ആ, കഴിച്ചു നോക്കിയിട്ട് പറ. ഉള്ളിലായിരിക്കും അത്. ഇതാ ഹരി ഒരു മുട്ടേന്റെ മഞ്ഞ മൊത്തം വായിലോട്ട് ഇടാൻ പോവുകയാണ്. അഡ്വഞ്ചറസ്. അത് കണ്ടു, അത് മൊത്തം വിഴുങ്ങിയിരിക്കുന്നു. സൂപ്പറാണോ? ഞാൻ പറയട്ടെ, ഈ ലോകത്ത് 2 തരം ആൾക്കാരുണ്ട്. ഒന്ന് മഞ്ഞ പൊട്ടിക്കാണ്ട് കഴിക്കണവരും, അതെ, ഒന്ന് മഞ്ഞ പൊട്ടിച്ച് അത് പ്രോപ്പറായിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കണവരും. എന്നെ പോലത്തും. ഇതെങ്ങനെയുണ്ട്? അത് എന്തൊക്കെ ഡിപ്പാണത്? സോൾട്ടഡ് കാരമൽ. ഓക്കെ. മറ്റേ ആണോ? ഓക്കെ. ഇവിടുത്തെ ഡിപ്പുകളൊക്കെ അടിപൊളിയാട്ടോ. അത് ഒരു രക്ഷയില്ല. ഇൻഹൗസ് മെയ്ഡ് ആണെന്ന് തോന്നുന്നല്ല, ഇൻഹൗസ് ആണ് സംഭവം. ഇതിങ്ങനെ തേച്ച് നമ്മൾ വായിലോട്ട് വെക്കുന്നു. മെൽറ്റ് ഇൻ ദ മൗത്ത് ആണോ? കഴിച്ച് തീർക്കരുത്, എനിക്കും വേണം. ആ ബ്രെഡ് എങ്ങനെയുണ്ട്? ബ്രെഡ് ഇതിനറ്റം കുറച്ച് ഹാർഡാണ്, പക്ഷേ ഈ നമ്മുടെ സോസിൽ ഇങ്ങനെ ചോക്ലേറ്റ് ഡിപ്പ് കടി കടിക്കുമ്പോൾ സൂപ്പറാണ്. ചുറ്റുള്ളൊന്നും കാണുന്നു. ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇവിടെ നിന്ന് മാറി എന്ന് പറയുന്നത് എന്താണെന്നറിയാം, അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നത് ഭയങ്കര നോയ്സി ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ഭയങ്കര. നമ്മൾ ഇത്രയും എടുത്തത് തന്നെ വോയിസ് എങ്ങനെയുണ്ട് അറിയില്ല. ഞങ്ങളോട് എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. അതെ, ഇത്രയും ദിവസം എടുത്തതിൽ എനിക്ക് തോന്നുന്നു ആരോ കമന്റ് വരിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പുറത്തുനിന്ന് എടുക്കുമ്പോൾ എങ്ങനെ ഇത്ര നല്ല വോയിസ്. പക്ഷെ ഇന്ന് എടുത്തപ്പോ ഉണ്ടല്ലോ അതൊക്കെ പോയെന്ന് തോന്നുന്നു. സബ്സ്ക്രൈബറാണ് ഞാൻ വളരെയധികം ഓർക്കുന്നു. അതെ, അപ്പോൾ ഇന്ന് എടുത്തതിലെല്ലാം നല്ല വോയിസ് ഉണ്ട്. ഞങ്ങളെ അടുത്തിരുന്നവരാണെങ്കിൽ എല്ലാവരും നല്ല സംസാരമായിരുന്നു. പിന്നെ പുറത്തായതുകൊണ്ട് നല്ല കാറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് മാറി എന്ന് പറയുന്നത് അതുകൊണ്ടിട്ടാണ്. അപ്പോൾ എന്തായാലും അതെ, ഞങ്ങൾ കഴിച്ചു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവരും. പിന്നെ അവർ സെർവ് ചെയ്യുന്നതാണെങ്കിൽ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നല്ല ആൾക്കാരാണ്. എന്തായാലും അതെ, നല്ല സ്നേഹമാണ്. അപ്പോൾ എന്തായാലും ഓവറോൾ 10 on 10 നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ഒരു കഫേയാണ്. 2-3 തവണ നമ്മൾ ഇനുവിനെ വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനാണെങ്കിലും എല്ലാം അടിപൊളിയാണ്. കഴിക്കുന്ന എല്ലാം ട്രൈ ചെയ്യുന്ന എല്ലാം അടിപൊളിയാണ്. അങ്ങനെ പിന്നെ ലൊക്കേഷൻ ഇത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നോവിഷ് വ്യാറ്റ് എന്ന് പറയും. അതായത് ന്യൂ ടൗണിൻ്റെ അടുത്ത്. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിങ് ചെയ്തിടാം. അപ്പോൾ പോളണ്ടിലുള്ളവർ, അതായത് ഓർസോയിലുള്ളവർ വന്ന് ട്രൈ ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിൽ നല്ല സ്പോട്ടാണ്. അതെ, അപ്പോൾ പിന്നെ പോളണ്ടിലോട്ട് ആരെങ്കിലും വരാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ട്രിപ്പൊക്കെ പോലെ അപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്യാം. അതെ, ഇത് നിങ്ങളുടെ ഐറ്റിനറിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഒരു നല്ലൊരു കഫേയാണ്. റിക്രൂട്ട് ചെയ്യില്ല, നല്ലൊരു വൈബൊക്കെ ഉള്ള ഒരു കഫേയാണ് എന്തായാലും. അതെ, ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ല, ഇന്ന് വീക്കെൻഡ് ആയത് കാരണം എല്ലാവരും പുറത്തൊക്കെ ഇരിപ്പുണ്ട്, ഡ്രിങ്ക്സ് ഒക്കെ അടിക്കുന്നുണ്ട്. കാരണം വീക്കെൻഡ് ആണല്ലോ. അപ്പം എല്ലാവരും ഭയങ്കര വൈബിങ് ആണ് ഇവിടെ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഗൈസ്.